ഹായ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാട്ടിലേക്ക് ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്ര നിങ്ങളുടെ ശക്തി, ക്ഷമ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തൽ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഹെഡ്ഫോൺ എടുക്കൂ, ഏതെങ്കിലും ശാന്തമായ സ്ഥലം കണ്ടെത്തൂ. നമുക്ക് ദ ബാംബു ആൻഡ് ദ ഓക്ക് എന്ന കഥയിലേക്ക് കടക്കാം. തിരക്കും ബഹളവും നിറഞ്ഞ മനുഷ്യരുടെ നഗരങ്ങളിൽ നിന്നും വളരെയധികം ദൂരെ മാറി മനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു വനമുണ്ടായിരുന്നു. അവിടെ എല്ലാ മരങ്ങളെക്കാട്ടിലും ഉയരവും വലിപ്പവുമുള്ള ഭീമാകാരമായ ഒരു ഓക്കുമരം തല ഉയർത്തി നിന്നിരുന്നു. അതിൻ്റെ ശിഖരങ്ങൾ ഒരു രാജാവിൻ്റെ കൈകൾ പോലെ ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിന്നിരുന്നു. കാട്ടിലെ ജീവികൾക്കെല്ലാം ഓക്കുമരം വളരെ ഇഷ്ടമായിരുന്നു. അത് അവർക്ക് അഭയവും തണലും ഒത്തുകൂടാനുള്ള സ്ഥലവും നൽകി. ഓക്കുമരം വലിയ മഴയിലും കാറ്റിലും ആടിയ ഉലയുമെങ്കിലും ശക്തനായി ഉറച്ചു നിന്നു. ആ ഓക്കുമരത്തിന് വളരെ അകലെയല്ലാതെ ഒരു ചെറിയ മുള ഉണ്ടായിരുന്നു. അത് വളരെ ചെറുതും നേർത്തതുമായിരുന്നു. ചെറിയ കാറ്റിൽ പോലും അത് ആടുന്നുണ്ടായിരുന്നു. മറ്റു മരങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. ഓക്ക് മുളയെ നോക്കി പലപ്പോഴും ചിരിച്ചു. ഒരു ദിവസം ഓക്ക് ചോദിച്ചു, "നീ എന്തിനാണ് ഇങ്ങനെ വിറയ്ക്കുന്നത്? എന്നെപ്പോലെ ശക്തനാകൂ. ഞാൻ എത്ര ശക്തനാണെന്ന് നോക്കൂ. മൃഗങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നു, പക്ഷികൾ എൻ്റെ ചില്ലകളിൽ കൂട് കൂട്ടുന്നു. നീയോ? നീ വെറും പുല്ലാണ്." മുള മറുപടി പറഞ്ഞില്ല. അത് പതുക്കെ നിശബ്ദമായി വളർന്നുകൊണ്ടിരുന്നു. മഴയെയും വെയിലിനെയും തണുപ്പിനെയും മറ്റുള്ളവരുടെ പരിഹാസത്തെയും പോലും അത് അതിജീവിച്ചു. വർഷങ്ങളായി മുള മുകളിലേക്ക് വളർന്നില്ലായിരുന്നു. പക്ഷെ ആരും അറിയാതെ ഭൂമിയിലേക്ക് ആഴത്തിൽ വേരുകൾ ഇറക്കി അത് താഴേക്ക് വളരുകയായിരുന്നു. ഒരു വർഷം ഒരു വലിയ കൊടുങ്കാറ്റ് ആ കാട്ടിൽ ആഞ്ഞടിച്ചു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ശക്തമായ കാറ്റ് വീശി. മരങ്ങളെല്ലാം കുലുങ്ങി. പല മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ഭീമാകാരമായ ഓക്ക് പോലും ശക്തമായി ആടാൻ തുടങ്ങി. കൊടുങ്കാറ്റ് പിന്നെയും ശക്തമായി ആഞ്ഞടിച്ചു. ഓക്ക് ആശങ്കയോടെ മനസ്സിൽ പറഞ്ഞു, "ഈ കൊടുങ്കാറ്റ് ഇത് വളരെ ശക്തമാണ്. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല." ആ ശക്തമായ കാറ്റിൽ കാടിൻ്റെ അഭിമാനമായ വലിയ ഓക്കുമരം രണ്ടായി ഒടിഞ്ഞ് നിലത്ത് വീണു. പക്ഷെ മുളയോ? അത് ആ കൊടുങ്കാറ്റിൽ വളഞ്ഞു. അത് ശക്തമായി ആടി. അത് കാറ്റിനൊപ്പം നൃത്തം ചെയ്തു. കൊടുങ്കാറ്റ് കടന്നുപോയപ്പോഴും അത് വീണ്ടും നിശ്ചലവും നിശബ്ദവുമായി വിനയത്തോടെയും ജീവനോടെയും നിലനിന്നു. ദിവസങ്ങൾ കടന്നുപോയി. കാട് ഓക്കിനെ കുറിച്ച് ഓർത്ത് വിലപിച്ചു. പക്ഷെ പതുക്കെ അവർ മുളയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് വേഗത്തിൽ വളരാൻ തുടങ്ങി. ഉയരവും ശക്തിയും കൂടി. പക്ഷികൾ അതിൻ്റെ ചെറിയ തണ്ടുകളിൽ വിശ്രമിക്കാൻ തുടങ്ങി. മൃഗങ്ങൾ അതിൻ്റെ തണുത്ത തണലിൽ ഒത്തുകൂടി. ഒരു ദിവസം ബുദ്ധിമാനായ വൃദ്ധനായ ഒരു മൂങ്ങ മുളയോട് ചോദിച്ചു, "ശക്തമായ ഓക്ക് വീണപ്പോൾ നീ എങ്ങനെ അതിജീവിച്ചു?" മുള പറഞ്ഞു, "ഞാൻ കൊടുങ്കാറ്റിനെ ചെറുക്കാൻ ശ്രമിച്ചില്ല. ഞാൻ കുനിഞ്ഞു, ഞാൻ കാത്തിരുന്നു, ഞാൻ തയ്യാറെടുത്തു. ശക്തി എപ്പോഴും ഉച്ചത്തിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ക്ഷമയുടെ നിശബ്ദതയിലാണ്." ഈ ഒരു കഥ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ജീവിതത്തിൽ നാം എല്ലാവരും ഓക്കുകളെ അഭിനന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു, ഉച്ചത്തിൽ സംസാരിക്കുന്ന, വിജയിക്കുന്ന, പുറമേ തിളങ്ങുന്ന ആളുകൾ. എന്നാൽ മുളകളെ, നിശബ്ദമായി ജോലി ചെയ്യുന്ന, പോരാടുന്ന, സമയത്തിനായി കാത്തിരിക്കുന്നവരെ നമ്മൾ മറക്കും. അവർ പിന്നോക്കം നിൽക്കുന്നതായി, കാണപ്പെടാത്തവരായി നിൽക്കുന്നതുകൊണ്ട് അവരെ കുറച്ച് കാണണ്ട. കാരണം മുള നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി നിശബ്ദതയിലാണ് കെട്ടിപ്പടുക്കുന്നത് എന്ന പാഠമാണ്. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അത് പരാജയമോ നഷ്ടമോ ഒഴിവാക്കലോ അങ്ങനെ എന്തുവാകട്ടെ, ഒടിഞ്ഞു വീഴരുത്. വളയുക, ഒഴുകുക. ഉള്ളിൽ ആഴത്തിൽ വളർത്തിയ വേരുകൾ നിങ്ങളെ പിടിച്ചു നിർത്തും. വളർച്ച എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചലനം പോലെ തോന്നണമെന്നില്ല. ചിലപ്പോൾ അത് കാത്തിരിപ്പ് പോലെ തോന്നും. യഥാർത്ഥ നിമിഷം വരുമ്പോൾ അവ ആരും കാണാതെ ശക്തിയോടെ ഉയർന്നു നിൽക്കുന്നത് കാണാം. ഓക്ക് മരങ്ങൾ നിറഞ്ഞ ലോകത്ത് നിങ്ങൾ ഒരു മുളയെ പോലെയാണെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ സമയം വരും. സ്വയം വേരൂന്നിയിരിക്കുക. ഈ കഥ നിങ്ങളെ അല്പമെങ്കിലും ടച്ച് ചെയ്തെങ്കിൽ ഇത് ആവശ്യമെന്ന് തോന്നുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ഇത്തരം കഥകളും ചെറിയ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി വീണ്ടും കാണാം. താങ്ക് യു.